عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحبه الفائزين برضا الله. أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ ശ്രോതാക്കള്, പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കളായ സഹോദര സഹോദരിമാര്, അല്ലാഹു തആല നമ്മുടെ ആത്മീയ സദസ്സ് സ്വീകരിച്ച് ആ സദസ്സിൽ വെച്ച് നമുക്ക് വേണ്ടി ദുആ ചെയ്ത എല്ലാ ദുആവുകളും ഇജാബത്ത് നൽകി ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെയും ഇസ്സത്തിന്റെയും അഹ്ലുകാരിൽ അല്ലാഹു പെടുത്തി സ്വർഗത്തിന്റെ അവകാശികളായി മരിക്കുവാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അല്ലാഹു ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഒറ്റവാക്കിൽ ദുആ ചെയ്ത് മുൻ സമയത്തൊക്കെയും അറിയിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരുടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദൈനംദിനം ജീവിതത്തിൽ നിർബന്ധമാകുന്ന 5 വഖ്ത് നിസ്കാരം. ഈ നിസ്കാരം സഹീഹാവാൻ ആ നിസ്കാരത്തിന് ഷർത്തുകളുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ ഒരു ഷർത്താണ് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകുക എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ വിവരമില്ലായ്മ കാരണം ചെറിയ അശുദ്ധിയിൽ നിന്ന് നമ്മൾ ശുദ്ധിയാകുന്നുണ്ടോ, വലിയ അശുദ്ധിയിൽ നിന്ന് നമ്മൾ ശുദ്ധിയാകുന്നുണ്ടോ എന്നിത്യാദി കാര്യങ്ങളും, ചിലപ്പോൾ കുലിക്കൽ നിർബന്ധമില്ലാതെ സംശയത്തിന്റെ പേരിൽ വീണ്ടും കുലിക്കുകയും അതല്ലെങ്കിൽ കുലിക്കേണ്ട സമയത്ത് അത് കുലിക്കേണ്ട ആവശ്യമില്ല എന്നു മനസ്സിലാക്കി കുലി ഉപേക്ഷിക്കുന്നവരും ഒക്കെയും സാധാരണക്കാരുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഇത്തരം വിഷയങ്ങളൊക്കെയും സംസാരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാര് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറിയൽ നിർബന്ധമായ വിഷയം ചോദിക്കുന്നത് ലജ്ജയായി ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് ലജ്ജയല്ല. അറിയൽ നിർബന്ധമായ വിഷയം ചോദിച്ചു മനസ്സിലാക്കൽ അതൊരു ലജ്ജ, ഒരു ഹയാ കാരണം മുതിരാതിരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവാതിരിക്കല്, അത് നമ്മെ വലിയ നാശത്തിലേക്കാണ് എത്തിക്കുക. ഇന്നലെ നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ ശില്പിയും ഇതിന്റെ തുടക്കം കുറിച്ചതുമായ നമ്മുടെ കൊല്ലം മിസ്ബാഹി ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ അറിയൽ നിർബന്ധമായ മസ്അലകള് അതൊരു മദ്രസയിൽ നിന്ന് ഉസ്താദ് വിശദീകരിക്കുമ്പോൾ ആ ഉസ്താദ് സെക്സ് പറയുകയാണെന്ന് പറഞ്ഞ് ആ ഉസ്താദിന്റെ നേരക്ക് തിരിയുന്നവർ, ഉസ്താദിനെ പിരിച്ചുവിടുന്നവർ, ഉസ്താദിന്റെ നേരെ കുട്ടികൾ ആക്ഷേപമുയർത്തൽ, അതുപോലെ തന്നെ ഒരു പരസ്യമായില്ല ഒരു സദസ്സിലൊന്നും പറയാനും പറ്റില്ല. എല്ലാ നിലയും പരിഗണിച്ച് സാധാരണക്കാര് ഇത്തരം വിഷയങ്ങളൊക്കെയും മനസ്സിലാക്കാതെ പോയി എന്തൊക്കെയോ അബദ്ധങ്ങൾ ചെയ്യുകയാണ്. സാധുവായ ഞാൻ എന്റെ സാധാരണക്കാർക്ക് പറയുന്ന മസ്അല തിരിയാൻ വേണ്ടി ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യമായി വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ വിഷയത്തിൽ ഞാൻ നല്ലവണ്ണം ഒരു ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. അഥവാ ഹൈളിന്റെയും ഇസ്തിഹാലത്തിന്റെയൊക്കെയും മസ്അല. ചില മസ്അലകൾ പറയുമ്പോ പലവരും ചിന്തിക്കും, അങ്ങനൊന്നും ഉണ്ടാവോ, അതൊക്കെ ഇപ്പൊ ഏതെങ്കിലും കാലത്ത് ആർക്കെങ്കിലും ഉണ്ടാകുന്നതല്ലേ, അതിനൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണോ എന്നൊക്കെയും ആലോചിക്കുന്നവരോടും ചിന്തിക്കുന്നവരോടും ഏതു സമയത്തും ഏതൊരു മസ്അലയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി വന്നേക്കാം. ഞാൻ ഒരിക്കൽ ഒരു വിഷയം പറഞ്ഞു, അത് വ്യക്തമായി പൂർണ്ണമായും അതിന്റെ വിശദീകരണം നടന്നിട്ടില്ല. എങ്കിലും സാധാരണ സഹോദരിമാര് ചിന്തിക്കാവുന്ന രൂപത്തിൽ, ഞങ്ങൾ മനസ്സിലാക്കിയ രൂപത്തിലല്ല കാര്യങ്ങളുടെ ഇസ്ലാമിക വിധി എന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന രൂപത്തിലൊക്കെയും പറഞ്ഞു. അഥവാ ഒരു ഹൈളുകാരിയായ പെണ്ണ്
അവളുടെ ഹൈളിന്റെ സമയം കഴിഞ്ഞ് അഥവാ 15 ദിവസത്തിലധികം ഒരു സ്ത്രീക്ക് രക്തം കാണുകയാണെങ്കിൽ ആ രക്തം അവിടം മുതൽ ഇസ്തിഹാലത്തായി കണക്കാക്കുന്ന പല സഹോദരിമാരുമുണ്ടായിരുന്നു. എങ്കിൽ 15 ദിവസത്തിലധികം രക്തം കാണാൻ തുടങ്ങിയാൽ 15 ദിവസം ഹൈലും 15 ദിവസത്തിന്റെ ശേഷമുള്ളത് ഇസ്തിഹാലത്തുമാണെന്നുള്ള തീരുമാനം അല്ല ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഇസ്തിഹാലത്ത് രോഗികൾ 7 വിഭാഗക്കാരികളായി തരംതിരിയും. ഏതു വിഭാഗത്തിൽ പെട്ടവളാണ് ഇവളെന്ന് മനസ്സിലാക്കി ആ വിധിയിലേക്ക് അവൾ മടങ്ങി അതടിസ്ഥാനത്തിൽ ഇസ്തിഹാലത്തും ഹൈലും വേർതിരിച്ച് അല്ലെങ്കിൽ നിഫാസും ഇസ്തിഹാലത്തും വേർതിരിച്ച് കാര്യങ്ങൾ വിലയിരുത്തണം എന്ന് നമ്മൾ ബോധം നല്ലവണ്ണം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, നമ്മുടെ പുരുഷന്മാർക്കും നമ്മുടെ പെൺമക്കൾക്കൊക്കെയും ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എടപ്പാലു ഭാഗത്ത് ഐലക്കാട് എന്ന് പറയുന്ന സ്വദേശത്ത് നിന്ന് 1-2 ദിവസം മുന്നേ നമ്മുടെ ഒരു റേഡിയോ ശ്രോതാവ്, സ്ഥിരം ശ്രോതാവല്ലെങ്കിലും ഇടക്കൊക്കെയും KMIC-യിൽ ഉള്ള ഒരു ശ്രോതാവ് സാധുവായി എനിക്ക് 1-2 ദിവസമായി വിളിക്കുന്നു. ഞാനിത് പറയുന്നത് മസ്അലകള് വ്യക്തമായി എല്ലാവർക്കും തിരിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അനുഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ആ സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ, എന്റെ പെൺകുട്ടിക്ക് 12ാമത്തെ വയസ്സ് കഴിഞ്ഞ 4-ാം തീയതി, ഇതിപ്പോ എന്താ, ഇന്നിപ്പോ ജൂൺ 3-ാം തീയതിയാണല്ലേ, ഇന്ന് ജൂൺ 3-ാം തീയതി. അപ്പൊ മെയ് 4-ാം തീയതി രക്തം കാണാൻ തുടങ്ങി. മെയ് 4-ാം തീയതി രക്തം കാണാൻ തുടങ്ങി. ഇന്നലെ വൈകുന്നേരത്ത് 5 മണിക്ക് അദ്ദേഹം വിളിക്കുന്നു, ഇതുവരെ രക്തം നിന്നിട്ടില്ല. ഞാനിത് പറയുന്നത് ഈ ഒരു അനുഭവത്തിലൂടെ ഹൈലുകാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു മസ്അല പെട്ടെന്ന് മനസ്സിലാകാനാണ് ഞാൻ ഈ ഒരു അവസ്ഥ പറയുന്നത്. എന്റെ കുട്ടിക്ക് 12 വയസ്സ് കഴിഞ്ഞ മെയ് 4-ാം തീയതി രക്തം കാണാൻ തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നലെ വരെ ആ കുട്ടിക്ക് രക്തം നിന്നിട്ടില്ല. ചുരുക്കത്തിൽ ഒരു മാസമായി ആ 12 വയസ്സായ കുട്ടിക്ക് രക്തം പുറപ്പെട്ടും കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരെ കാണിച്ചു. ഹോർമോണിന്റെ കുറവ് കാരണമാണ് ഇങ്ങനെ അമിതമായി രക്തം വരുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഹോർമോണിന്റെ കുറവ് കാരണം രക്തം വരുന്നുണ്ടെങ്കിലും ആ വരുന്ന രക്തം ഹൈലാണോ ഇസ്തിഹാലത്താണെന്ന് വേർതിരിക്കാൻ ഇവിടെ ആ കുട്ടിക്ക് മുൻ മാസങ്ങളിൽ ഉണ്ടായിട്ടില്ല. ആ കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടാകുകയാണ്. ആദ്യമായി ഉണ്ടാകുമ്പോൾ മുൻ മാസങ്ങളിലേക്കും മടങ്ങാൻ മാർഗമില്ല. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ സഹോദര സഹോദരിമാര്, നമുക്കൊക്കെയും പ്രായമായി വരുന്ന പെൺകുട്ടികൾ നമുക്കുണ്ട്. 9 വയസ്സും 10 വയസ്സും 11 വയസ്സൊക്കെയും പ്രായമായ പെൺമക്കൾ നമുക്ക് വളർന്നു വലുതാവുന്നുണ്ട്. എന്റെ പെൺകുട്ടിക്കും ഈ ഒരവസ്ഥ വരികയാണെങ്കിൽ ഒരു രക്ഷിതാവ് എന്ന നിലക്ക് ആ സമയത്ത് ആ കുട്ടിയിൽ നിന്ന് ഇത്ര ദിവസമാണ് അത് ഹൈള്, ഇത്ര ദിവസമാണ് ഇസ്തിഹാലത്ത്, ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പാണല്ലോ, ഈ പെൺകുട്ടിക്ക് കണ്ടും കൊണ്ടിരിക്കുന്ന ഒരു മാസക്കാലമായി കണ്ടും കൊണ്ടിരിക്കുന്ന രക്തം പൂർണ്ണമായും ഇസ്തിഹാലത്തല്ല, പൂർണ്ണമായും ഹൈളും അല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഒരു മാസക്കാലം കണ്ടും കൊണ്ടിരിക്കുന്ന രക്തത്തിൽ നിന്ന് ഇത്ര ദിവസമാണ് ഈ പെൺകുട്ടിയുടെ ഹൈള്, ബാക്കിയുള്ള ദിവസം ഇസ്തിഹാലത്താണെന്ന് വേർതിരിക്കണം. അതാണ് ഇവിടെ ഇനി പ്രശ്നം കിടക്കുന്നത്. നോക്കൂ, ഇനി നമ്മൾ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലേക്ക് ഈ ഒരു അനുഭവം നിങ്ങളൊക്കെയും ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചവരെ വെക്കുക. നമുക്ക് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലേക്കൊന്ന് തിരിച്ചു വരാം. അവിടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ സാധാരണഗതിയിൽ 6-7 ദിവസം, അതല്ലെങ്കിൽ ഏറ്റവും അധികരിച്ചാൽ 15 ദിവസം, അതിനേക്കാൾ അധികം രക്തം കാണാൻ തുടങ്ങുമ്പോഴാണല്ലോ പിന്നെ അത് ഇസ്തിഹാലത്തിന്റെ നിയമവശങ്ങളിലേക്ക് ആ രക്തം മാറുന്നത്. ഇങ്ങനെ വരുന്നിടത്ത് പണ്ഡിതന്മാർ അവിടെ വ്യത്യസ്ത മേഖലകളിലേക്ക് സ്ത്രീകളെ തരം തിരിക്കുകയാണ്. ഞാൻ കുലി
കലിയല്ല എന്ന വിഷയത്തിലേക്ക് വരികയാണ്. പക്ഷേ ചൊവ്വാഴ്ചക്കലത്തെ ക്ലാസ് ഒരുപാട് സഹോദരിമാര് കാത്തിരുന്ന് കേൾക്കുന്നത് കൊണ്ട് അവർക്ക് ഇത്തരം മസ്അലകളൊക്കെയും വ്യക്തമായി അവർക്ക് ബോധ്യപ്പെടാൻ എനിക്ക് കിട്ടുന്ന ചില അനുഭവങ്ങൾ പറയുമ്പോ അത് ശരിയാണല്ലോ. ഈ കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യം കാണാൻ തുടങ്ങിയ രക്തം ഒരു മാസമായിട്ടും നിന്നിട്ടില്ലെങ്കിൽ ഈ ഒരു മാസം പൂർണ്ണമായും ഹൈലല്ല, പൂർണ്ണമായും ഇസ്തിഹാലത്തല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് പ്രായപൂർത്തിയാവാൻ പോകുന്ന 11 വയസ്സായ പെൺകുട്ടി, 12 വയസ്സായ പെൺകുട്ടി എന്റെ വീട്ടിലുണ്ട്. എന്റെ കുട്ടിക്ക് ഫസ്റ്റിൽ ഈ രക്തം കാണുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തു ചെയ്യണം എന്ന് തിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അനുഭവം പറയുന്നത്. ഇരിക്കട്ടെ, പണ്ഡിതന്മാർ പറയുന്നു ഫഇൻ കാനത് മുബ്തദിഅതൻ, ആ രക്തം ഇസ്തിഹാലത്ത് ഹൈള് രക്തത്തെക്കാൾ അധികരിച്ച ദിവസത്തിലേക്ക് വിട്ടുകടന്ന് രക്തം കാണുന്ന സഹോദരി അല്ലെങ്കിൽ സ്ത്രീ ആയാൽ അവൾ തല എന്താണ് ഫസ്റ്റില് ആദ്യമായി കാണാൻ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ഇപ്പൊ നമ്മുടെ ഈ അനുഭവത്തിൽ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ അവസ്ഥ പോലെ. അപ്പൊ അവിടെ അവൾ നോക്കണം, അത് മുമയ്യിസത്താണോ ഗൈറു മുമയ്യിസത്താണോ, അഥവാ ഈ കാണുന്ന രക്തം എല്ലാം ഒരേ നിറത്തിലും ഒരേ വാസനയിലും ഒരേ കട്ടിയിലുമാണോ, അതല്ല ഇത് വ്യത്യസ്തമായ നിറത്തിലും വ്യത്യസ്തമായ വാസനയിലുമാണോ എന്ന് നോക്കണം. എന്നിട്ട് ഒരേ നിറത്തിലാണെങ്കിൽ അവിടെ ആദ്യത്തെ 24 മണിക്കൂർ രക്തം കാണാൻ തുടങ്ങിയതം മുതൽ 24 മണിക്കൂർ ഉള്ള രക്തം ഹൈലായിട്ടും ബാക്കിയുള്ളത് എല്ലാം ഇസ്തിഹാലത്തായിട്ടും വിലയിരുത്തണം. എപ്പോ വേർതിരിച്ച് അറിയാൻ നിറവ്യത്യാസങ്ങളെ കൊണ്ടോ വാസന വ്യത്യാസങ്ങളെ കൊണ്ടോ നല്ല കട്ടിയുള്ള രക്തം അതല്ലെങ്കിൽ കട്ടി കുറഞ്ഞ രക്തം അങ്ങനത്തെ വ്യത്യാസങ്ങളെ കൊണ്ടൊന്നും വേർതിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഈ ഒരു മാസക്കാലം അല്ലെങ്കിൽ 15 ദിവസത്തിലധികം പുറപ്പെട്ട രക്തം, ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന രക്തം എല്ലാം ഒരേ കട്ടിയിലും ഒരേ വാസനയിലും ഒരേ നിറത്തിലും ആകുമ്പോൾ നേരെ മറിച്ച് വ്യത്യസ്തമായ നിറത്തിൽ വരുന്നു അല്ലെങ്കിൽ വ്യത്യസ്തമായ ദുർഗന്ധം വമിക്കുന്ന വാസനയിൽ കുറച്ചു ദിവസം വരുന്നു, ദുർഗന്ധമൊന്നുമില്ലാതെ കുറച്ചു ദിവസം വരുന്നു. ഇങ്ങനെ വേർതിരിച്ചറിഞ്ഞ് അതിൽ ശക്തി കൂടിയ രക്തം ഇന്നത്, ശക്തി കുറഞ്ഞ രക്തം ഇന്നത് എന്ന് വേർതിരിച്ച് അറിയാനുള്ള മാനദണ്ഡം ഉണ്ടെങ്കിൽ ശക്തി കൂടിയത് ഹൈളും ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്തുമായി തരം തിരിച്ച് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ രക്തം ഇന്നത് ഹൈളാണ് ഇന്നത് ഇസ്തിഹാലത്താണെന്ന് വേർതിരിച്ചു മനസ്സിലാക്കണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ചു പ്രസവരക്തം നമുക്കറിയാം, സാധാരണയിൽ 40 ദിവസം, ഏറ്റവും അധികരിച്ചാൽ 60 ദിവസം. ഒരു 60 ദിവസമായിട്ടും രക്തം ഒരു സഹോദരിക്ക് നിൽക്കുന്നില്ല. 61ാമത്തെ ദിവസത്തിലേക്കും രക്തം പുറപ്പെട്ടും കൊണ്ടിരിക്കുന്നു. അവിടെയും ഇതേ വിധിയിലേക്ക് ആ സ്ത്രീകൾ മടങ്ങണം. അഥവാ ആ 61 ശേഷം 60ന്റെ ശേഷം പുറപ്പെട്ടും കൊണ്ട് രക്തം പുറപ്പെടുകയാണെങ്കിൽ അവിടെ 60 ദിവസം പ്രസവരക്തവും ബാക്കിയുള്ളത് ഇസ്തിഹാലത്തും എന്നല്ല തീരുമാനിക്കേണ്ടത്. അവൾ ഫസ്റ്റിൽ പ്രസവരക്തം പുറപ്പെടുന്നവളാണോ അതല്ല മുമ്പ് പ്രസവരക്തം പുറപ്പെട്ടവളാണോ? മുമ്പ് പ്രസവരക്തം എങ്ങനെയാ പുറപ്പെടുക? ഇതിന്റെ മുമ്പ് പ്രസവിച്ചിട്ടുണ്ട്, 1 or 2 പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കി ആ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് ഹൈളും നിഫാസും അല്ലെങ്കിൽ ഹൈളും ഇസ്തിഹാലത്തും അല്ലെങ്കിൽ നിഫാസും ഇസ്തിഹാലത്തും തീരുമാനിക്കേണ്ടത്. ഞാനിതൊരു അനുഭവം, ഇതൊക്കെയും ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോ അതൊക്കെ അപൂർവമായി, അതൊക്കെ ആർക്കെങ്കിലും, അതൊക്കെ വെറുതെ ഒരു സാധ്യത പറയുകയാണ് ഇങ്ങനത്തെ മസലകള് എന്ന് തോന്നുന്ന പലവരും സാധാരണക്കാരുടെ കൂട്ടത്തിലുണ്ടാകും. അതങ്ങനെയല്ല.
ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീടുകളിൽ വളർന്നു വലുതാവുന്ന പെൺകുട്ടികളിലേക്ക് ഇറങ്ങി വരേണ്ട മസ്അലകളാണ് ഇത്തരം മസ്അലകളൊക്കെയും എന്ന് ഉണർത്തി. ഇൻഷാ അല്ലാഹ് അത് ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയെന്നു മാത്രം. നമുക്ക് ഇങ്ങോട്ട് തന്നെ നമ്മുടെ കുലിയിലേക്ക് തന്നെ മടങ്ങി വരാം. കാരണം കുലി സംബന്ധമായ വിഷയത്തിൽ ഇന്ന് സാധാരണ സഹോദരിമാരുടെ ഇടയിൽ ഒരുപാട് തെറ്റായ ധാരണകൾ കുലി നിർബന്ധമാകുന്ന വിഷയത്തിൽ തന്നെ കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ. ആദ്യമായി ഒന്നുകൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇവിടെ നമ്മൾ ലജ്ജ വിചാരിച്ചാൽ, ചോദിക്കാൻ മടി വിചാരിച്ചാൽ വിഷയങ്ങൾ നടക്കില്ല. നോക്കൂ, ഞാനൊരു ഹദീസ് ഉദ്ധരിക്കാം. മഹാനായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. എന്താ? ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാലത്ത് ഉമ്മു സുലൈം, മഹാനായ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്, ഹക്കിനെ തൊട്ട് അല്ലാഹു തആല ലജ്ജിക്കുകയില്ലല്ലോ. നോക്കി, നല്ലൊരു പോയിന്റ്. അവിടെ ഈ ഒരു ഹദീസിന്റെ വിശദീകരണത്തില് ഹാഷിയത്തുൽ ജമൽ പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തവരൊക്കെയും ഈ ഹദീസ് വിശദീകരിച്ചിട്ട് എന്താ? കാരണം ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു സാധാരണഗതിയിൽ ലജ്ജ തോന്നുന്ന, മടി തോന്നുന്ന, വഷൾത്തരം തോന്നുന്ന ഒരു വിഷയമാണ് റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മടി വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. റസൂലെ, ഞാൻ ഈ ചോദിക്കുന്നത് എനിക്ക് വഷൾത്തരം തോന്നുന്നുണ്ട്, എനിക്കൊരു ഹയാ തോന്നുന്നുണ്ട്. പക്ഷേ സത്യം ഹക്കിനെ തൊട്ട് അല്ലാഹു തആല ലജ്ജ കാണിക്കുന്നില്ലല്ലോ. സത്യം തുറന്നു പറയാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തആല ഉപമകൾ നിശ്ചയിക്കുമെന്നൊക്കെയുമല്ലേ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് സാധാരണഗതിയിൽ ഒരു ലജ്ജയായ, ഒരു വഷൾത്തരം തോന്നുന്ന കാര്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ധ്വനി ആദ്യം മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു വെച്ചു കൊടുക്കുകയാണ്. കാരണം മഹാന്മാർ ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറയുന്നു, ഇങ്ങനൊരു വാക്ക് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പോകുന്ന വിഷയത്തിന്റെ മുമ്പ് യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ് എന്നൊരു വാക്ക് വെച്ചു കൊടുക്കാൻ കാരണം എന്താ? സാധാരണഗതിയിൽ വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മഹാന്മാര് വിശദീകരിക്കുകയാണ്. കാരണം മിമ്മാ യസ്തഹീൻ നിസാഉ ഫിൽ ആദത്തി മിനസ്സുആലി അൻഹു, അഥവാ സാധാരണഗതിയിൽ സ്ത്രീകൾ ചോദിക്കാനൊക്കെയും ലജ്ജ തോന്നുന്ന കാര്യം. സ്ത്രീകൾക്ക് അത്തരം കാര്യങ്ങളൊക്കെയും തന്റെ ഭർത്താവിനോട് ചോദിച്ചാൽ ചിലപ്പം ഭർത്താവിനെ സംബന്ധിച്ച് വിവരമില്ല, അതല്ലെങ്കിൽ ഉപ്പയോട് ചോദിക്കാൻ വഷൾത്തരം തോന്നുന്നു, അല്ലെങ്കിൽ ആങ്ങളയോട് ചോദിക്കാൻ വഷൾത്തരം തോന്നുന്നു, പിന്നെ ആരോട് ഞാൻ ചോദിക്കും എന്ന് വഷൾത്തരം വിചാരിച്ചിട്ട് സാധാരണഗതിയിൽ ഒഴിഞ്ഞു നിൽക്കുന്ന കാര്യം പ്രത്യേകിച്ച് പുരുഷന്മാരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോ കൂടുതൽ വഷൾത്തരം തോന്നും. അപ്പൊ ആ വഷൾത്തരം ഒന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, ഇത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്ന ഒരു ധ്വനി അവരെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വാക്ക് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, ഞാൻ പറയാൻ പോകുന്ന വിഷയം ഞാൻ നല്ല ബോധവാനാണ്. കാരണവന്മാരുടെ വാക്ക് ഞാൻ മുഖവിലക്കെടുക്കുന്നു. എന്താ മുഖവിലക്കെടുക്കുന്ന കാരണവന്മാരുടെ വാക്ക്? ഉലക്ക മുണുങ്ങുകയാണെങ്കിലും വിരൽ മറ വേണം എന്ന ആ കാരണന്മാരുടെ ചൊല്ല് ഞാൻ ഇവരെ മുഖവിലക്കെടുക്കുകയാണ്. ആ വാക്കിന്റെ അർത്ഥം എന്താ? ഒരാൾ ഒലക്ക മുണുങ്ങുകയാണ്, അവിടെ ഒരു വിരല് മറ വെച്ചതുകൊണ്ട് ഇവൻ ഒലക്ക മുണുങ്ങുന്നത് കാണാതിരിക്കില്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും എന്ത് വേണം? ഒരു ചെറിയ മറ വേണം. ഒന്നും പരസ്യമായി അങ്ങോട്ട് പറഞ്ഞൂടാ. അറിയൽ നിർബന്ധമാണ്,
പഠിക്കൽ നിർബന്ധമാണ്. അയച്ചിട്ട് അതങ്ങട്ട് പരസ്യമായി പച്ച മലയാളത്തിൽ പറയുക അതൊരു ശരിയല്ല. അതാണ് ഒലക്ക മുണുങ്ങുകയാണെങ്കിലും വിരൽ മറ വേണം എന്ന കാരണവന്മാരുടെ ചൊല്ലിന്റെ ആകത്തുക. അപ്പൊ ആ ഒരു കാരണവന്മാരുടെ ചൊല്ല് മുഖവിലക്കെടുത്തിട്ട് തന്നെ ഞാൻ ഈ വിഷയം പറയുന്നു. എന്താണ് മഹരിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഈ ഒരു വിഷയം മുൻനിർത്തി മഹരി ചോദിച്ചത്? ഫഹൽ അലൽ മർഅതി മിൻ ഗുസ്ലിൻ ഇദാ ഇഹ്തലമത്. നബിയെ, പെണ്ണിന് സ്ഖലനമുണ്ടായാൽ കുലി നിർബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. വളരെ ചിന്തിക്കണം. അതായത് പെണ്ണിനു സ്ഖലനം ഉണ്ടായാൽ പെണ്ണിന്റെ മേലിൽ കുലി നിർബന്ധമാണോ എന്ന് ചോദിച്ചപ്പോ ഖാല, റസൂലുള്ള പറഞ്ഞു, നഅം, അതെ. ഇദാ റഅത്തിൽ മാഅ, മനിയിനെ അവൾ കണ്ടാൽ. ഇവിടെയാണ് നമ്മുടെ ചർച്ച നടക്കുന്നത്. നല്ലൊരു വിഭാഗം സാധാരണക്കാരും മനസ്സിലാക്കി വെച്ചതെന്താ? സ്ത്രീകൾക്കു സ്ഖലനം ഉണ്ടാകുകയില്ല, സ്ത്രീകൾക്ക് സ്ഖലനം ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കി വെച്ച നല്ലൊരു വിഭാഗം സാധാരണക്കാരായ സഹോദരിമാരുണ്ട്. എന്താണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ചോദിച്ചത്? സ്ഖലനമുണ്ടായാൽ പെണ്ണിന്റെ മേലിൽ കുലി നിർബന്ധമുണ്ടോ? ഖാല, റസൂലുള്ള പറഞ്ഞു, നഅം, അതെ. ഇദാ റഅത്തിൽ മാഅ, ആ പെണ്ണ് മാഇനെ, വെള്ളത്തെ. അവരുടെ വിശദീകരണത്തിൽ പറഞ്ഞു, ഇദാ റഅത്തിൽ മാഅ അയ്യൽ മനിയ ഫീ ബദനിഹാ ഔ സൗബിഹാ ബഅദൽ യഖ്ലത്തി. നോക്കി, അപ്പൊ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിനു ശേഷം അവളുടെ ശരീരത്തിലോ അവളുടെ വസ്ത്രത്തിലോ മനിയ് കണ്ടാൽ അവള് കുളിക്കണം. ആ സമയത്ത് അതൊരു വഷൾത്തരല്ലേ? മഹരിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഫഗത്തത് ഉമ്മു സലമ. ആ സമയത്ത് ശ്രദ്ധിക്കണേ, മഹരിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. സംഗതി കേട്ടാൽ സാധാരണഗതിയിൽ സഹോദരിമാർക്കൊക്കെയും ഒരു വഷൾത്തരം തോന്നുന്ന ചോദ്യം തന്നെയാണിത്. ആ സമയത്ത് മഹദിയായ ഉമ്മു സുലൈം അറിയേണ്ട വിഷയം അറിയാതിരിക്കാൻ പറ്റുമോ? ലജ്ജ വിചാരിച്ചാൽ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? പ്രത്യേകിച്ച് പുരുഷന്മാർ കേൾക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ് എന്ന വാക്ക് മുന്നോടിയായി വെച്ചു കൊടുത്തത്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അവളുടെ വസ്ത്രത്തിലോ അവളുടെ ശരീരത്തിലോ മനിയ് കണ്ടാൽ അവൾ കുളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫഗത്തത്ത് ഉമ്മു സലമ, ഇത് കേട്ടുകൊണ്ട് ഇങ്ങേ പുറത്തിരിക്കുന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? പൊത്തി മറച്ചു. വജ്ഹഹാ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖം മാറിപ്പോവരുത്. ചോദ്യം ചോദിച്ചത് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. ഇത് കേട്ടും കൊണ്ട് നിൽക്കുന്നത് ആര്? ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യവും റസൂലുള്ളാഹിന്റെ മറുപടിയും കേട്ടപ്പോൾ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു അവരെ എന്ത് ചെയ്യുകയാണ്? മുഖം മറക്കുകയാണ്. ഒരു വഷൾത്തരം പിടിച്ച ചോദ്യം. എന്ത് ചോദ്യം? വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചൂലേ? നോക്കിങ്ങള്, സംഗതി ഇത് വലിയൊരു വിഷയമാണ്. ചോദിക്കാൻ മതി വിചാരിച്ചാൽ. എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കിയിൽ അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾക്ക് സ്ഖലനമുണ്ടാകും എന്ന രൂപത്തിലുള്ള വിശദീകരണങ്ങളൊക്കെയും നൽകുന്നുണ്ട്. കാരണം സ്ത്രീയുടെ മനിയാണ് ആദ്യം അങ്ങോട്ട് പ്രവേശിച്ചതെങ്കിൽ അതിൽ ജനിക്കുന്ന കുട്ടി ആ ഉമ്മയുടെ രൂപത്തിലാകും, ഭംഗിയിലും നിറത്തിലൊക്കെയുമാകും. അല്ല, പിതാവിൻ്റെതാണ് ആദ്യം പ്രവേശിച്ചതെങ്കിൽ അവിടെ ഉപ്പയുടെ നിറത്തിലും ഭംഗിയിലൊക്കെയും കുട്ടി വരും എന്നുള്ള ശാസ്ത്രീയമായ വശങ്ങളൊക്കെയും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ചോദിക്കാൻ മടിയുള്ളത് നമ്മൾ മടി വിചാരിച്ച് ചോദിക്കാതിരുന്നാൽ, പഠിക്കാതിരുന്നാൽ അത് ഖൈറായ വിഷയമല്ല.
ഞാൻ അതിന്റെ ഇബാറത്തുകളൊക്കെയും ഫുള്ള് വായിച്ച് പറയുമ്പോ സമയം പോകും. ജമൽ എന്ന് പറയുന്ന ഫിഖിന്റെ ഗ്രന്ഥം ഈ ഹദീസ് വിശദീകരിച്ച് ഉമ്മു സുലൈം റളിയല്ലാഹു തആല എന്ന് ചോദിക്കാനും ഇങ്ങനൊരു വാക്ക് മുന്നോടിയായി വെച്ചു കൊടുക്കാനും ഉള്ള കാരണങ്ങളൊക്കെയും വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആകത്തുക ഇതുവരെ പറഞ്ഞത്, നമുക്ക് പലതും ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും പല കാര്യത്തിലും. ഞാൻ ഉദാഹരണം പറയട്ടെ. എത്രയോ ചെറുപ്പക്കാര് സാധുവായി എന്നോട് വിളിച്ചു ചോദിച്ച ചോദ്യം, കാരണം ഒരു ശക്കായി ഇങ്ങ നിൽക്കുക, സംശയമായി നിൽക്കുക. ഞാൻ എല്ലാ മതിയും തൽക്കാലം അവിടെ ഞാൻ ഒഴിവാക്കി വെച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കാൻ, ഉസ്താദെ കുലി ഭാര്യയുമായി ബന്ധപ്പെട്ടു, അങ്ങനെ മൂത്രമൊഴിച്ചു, കുലിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്തോ ഒരു ദ്രാവകം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരുപാട് ചെറുപ്പക്കാരെ വസുവാസാക്കിയ ഒരു മസലയാണ്, വസുവാസാക്കിയ ശക്കിലാക്കിയ ഒരു വിഷയമാണ്. ഇതിന് കുലിക്കണോ എന്തു ചെയ്യണം? നമ്മളിത് ചോദിക്കാൻ മതി വിചാരിച്ച് ഇങ്ങനെ ഒന്നിലധികം ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ വിധി എന്താണ്. അതുപോലെ തന്നെ മൂത്രമൊഴിക്കാനിരിക്കുമ്പോൾ ഒരു ദ്രാവകം വരുന്നു, ഇത് കുലിക്കണോ? സംഗതി നമ്മുടെ ഉസ്താദന്മാര് അല്ലെങ്കിൽ കുറച്ചൊക്കെ ദീനീ ബോധമുള്ള ചെറുപ്പക്കാര് അതിന്നതാണ് അതിന്റെ വിധി, അവർക്ക് ഇതിന്റെ പ്രയാസം തോന്നില്ല. ഞാൻ എന്റെ പല ക്ലാസ്സിലും ഉണർത്തിയതുപോലെ നാട്ടിൽ വർക്ക് ഷാപ്പിൽ ജോലി ചെയ്ത് മദ്രസയിലേക്ക് പോവാതെ പള്ളി ദർസ് കാണാതെ ഗൾഫിലെത്തി കുറച്ചൊക്കെ ഒരു ദീനീബോധം നമ്മുടെ ക്ലാസ് റൂമിലൂടെ ലഭിക്കുമ്പോ അവർക്കൊരുപാട് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അങ്ങനെ ആയോ കുലിക്കണോ, ഇങ്ങനെ ആയോ കുലിക്കണോ, ഇങ്ങനെ സംശയങ്ങൾ. ഞാൻ പറയുന്നു, ഇതിന്റെ യഥാർത്ഥമായ വിധി എന്താണെന്ന് അറിയാത്തവരുടെ മനസ്സിൽ ഒരു വലിയ വിഷമം. എനിക്കിനി രണ്ടാമത് കുലിക്കണോ, അതല്ലാതെ കഴുകിയാൽ മതിയോ? ചിലപ്പം കുലിക്കണമെങ്കിൽ ഇനി രണ്ടാമത് കുലിക്കാൻ സൗകര്യം കിട്ടുന്നില്ല. ഞാൻ പിന്നെ നിസ്കരിക്കുമ്പോ എന്താ ചെയ്യേണ്ടത് അറിയില്ലേ? എത്രയോ ആളുകൾക്കുള്ള ഒരു സാധാരണക്കാർക്കുള്ള ഒരു സംശയമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ശക്ക് ഞാൻ എങ്ങനെ ചോദിക്കും? ഇങ്ങനെ ഒരു സംശയം എനിക്കുണ്ട്. എനിക്കിങ്ങനൊരു അവസ്ഥ ഇടക്കിടക്ക് കുലിയുടെ ശേഷം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം? ഈ ഒരു ശക്കും വെച്ചു മനസ്സിൽ വെച്ച് നടന്നാൽ അതൊരു രോഗമായി മാറും. നമുക്ക് സംശയമുള്ളത് മനസ്സിൽ സൂക്ഷിച്ചാൽ പിന്നെ അവനൊരു മാനസിക പിരിമുറുക്കത്തിലേക്ക് എത്തുകയാണ്. കാരണം നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവനിക്കൊരു വിഷമം, ഞാൻ ഇപ്പൊ കുളിച്ചിട്ടില്ല, ഇന്റെ അത് കാരണം എനിക്ക് കുലി നിർബന്ധമായിട്ടുണ്ടോ എന്നിത്യാദി തോന്നലുകൾ വരികയാണ്. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, മതി വിചാരിക്കാതെ ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള സംശയങ്ങൾ ചോദിക്കപ്പെടാൻ പറ്റാകുന്നവരോട് ചോദിച്ച് സംശയം തീർത്താൽ നമുക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോ, അതല്ലെങ്കിൽ ഞാനൊരൊറ്റ ഉദാഹരണം പറയട്ടെ. സംശയമുള്ളവർക്ക് വിഷയം തന്നെയാണ്. നമ്മൾ തവഉംറ ചെയ്യാൻ വേണ്ടി മക്കത്തെത്തി, നമ്മൾ മൂത്രമൊഴിച്ച് ഒന്ന് ഒലുണ്ടാക്കിയിട്ട് തവാഫിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഉദാഹരണം പറയാ. പക്ഷേ മൂത്രമൊഴിക്കാനിരുന്നപ്പോ ഇങ്ങനെ ഒരു വസ്തു കണ്ടു. അവനിക്കൊരു സംശയം, അബ്ബേ ഇതിപ്പോ മനിയാണോ, അതല്ല വരിയാണോ, അതല്ല മതിയാണോ? ഒരു സംശയം. ഞാൻ എനിക്കിപ്പോ കുലിക്കണോ? കുലിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഞാൻ എങ്ങനെ തവാഫ് ചെയ്യും? ഓന് രണ്ടും കൽപ്പിച്ച് തവാഫ് ചെയ്യുമ്പോ അവന്റെ മനസ്സിലൊരു വിഷമം, അബ്ബന്റെ തവാഫ് സഹിയാണോ? ഞാൻ ഇപ്പൊ മൂത്രമൊഴിക്കാനിരിക്കുമ്പോ ഇങ്ങനെ ഒരു വസ്തു ഞാൻ കണ്ടു, അതിപ്പോ ഞാനിപ്പോ അതേച്ച് കുലിക്കാവാണ്ട് എല്ലാം കഴുകിയാൽ മതിയോ? ഈ തവാഫ് ചെയ്യുമ്പോ അവന്റെ മനസ്സിലുള്ള ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ ഈ ഒരു ചിന്തയുമായിട്ടാണ് അവന്റെ തവാഫ് നടക്കുന്നത്. അവന്റെ തവാഫിലുള്ള ദിക്റല്ല. കാരണം ചില വസുവാസുള്ള, ഈ വസുവാസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അങ്ങനത്തെ വസുവാസുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും ഇതൊക്കെ വലിയ വിഷമമായി തീരും. അതിനെന്താ പരിഹാരം? ഈ വസുവാസ് തീരാൻ, ഈ മാനസികമായ അസ്വസ്ഥത തീരാൻ, അങ്ങനത്തൊക്കെ അവസ്ഥയുള്ള ചെറുപ്പക്കാര് അല്ലെങ്കിൽ പുരുഷന്മാര് അല്ലെങ്കിൽ വ്യക്തികൾ അത് പറ്റാവുന്ന ഒരു ഉസ്താദിനോട് ചോദിച്ച് ഞാൻ എങ്ങനെ പതൊന്ന് ചോദിക്കുക എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ചോദിക്കേണ്ട കാര്യങ്ങള് സാധാരണയിൽ ലജ്ജ തോന്നുന്ന വിഷയങ്ങളാണെങ്കിലും ചോദിക്കണം.
എന്നതിലേക്ക് സൂചനയായിട്ടാണ് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ സാധാരണ സഹോദരിമാർക്കും ചോദിക്കാൻ മടി കാണിക്കുന്ന, ലജ്ജ കാണിക്കുന്ന, അതല്ലെങ്കിൽ ഹയാ കാണിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കാൻ നേരത്ത് ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ് എന്നുള്ളതായ ഒരു ആശയം, ഒരു വാക്ക് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല മുമ്പിലേക്ക് വെക്കാൻ കാരണം. അപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. പ്രിയപ്പെട്ട സഹോദരിമാര്, എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാര്, നമ്മുടെ ഭാര്യന്മാർക്ക് പഠിപ്പിക്കേണ്ട ഒരു മസ്അലയാണ് ഇതെല്ലാം. ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യം, സഹോദരിമാർക്ക് വേണ്ടി പുരുഷന്മാര് ചോദിച്ചത്, അഥവാ കുലി കഴിഞ്ഞതിനു ശേഷം രണ്ടാമത് മൂത്രമൊഴിക്കുമ്പോൾ വീണ്ടും മനിയ്യ് കാണുന്നു, മൂത്രത്തിലൂടെ പുറപ്പെടുന്നു, കുലിയെല്ലാം കഴിഞ്ഞതിനു ശേഷം ഇനി ഞങ്ങൾ കുലിക്കണോ? സംശയമുള്ളവർക്ക് സംശയം തന്നെയാണ്, വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ്. അത് ഒറ്റവാക്കിൽ കുലിക്കണം എന്നും പറയാൻ പറ്റില്ല, കുലിക്കണ്ട എന്നും പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും നമുക്കതിലേക്ക് വരാം. ഞാൻ പറയട്ടെ, ഇനി നിങ്ങൾക്കൊക്കെ ലജ്ജ തോന്നുന്നൊരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനത് ഒലക്ക മുനുങ്ങുകയാണെങ്കിലും വിരല് മറ വേണം എന്ന നിലക്ക് തന്നെയാണ് ആ മസ്അല പറയുന്നത്. സ്ത്രീകൾ രണ്ട് വിഭാഗമുണ്ട്. ഏത്? അവരുടെ ഗുഹ്യസ്ഥാനത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ സ്ത്രീകൾ രണ്ട് വിഭാഗമാണ്. ഒരു വിഭാഗം സയ്യിബ് എന്ന് പറയും, മറ്റൊരു വിഭാഗത്തിന് ബിക്ർ എന്നും പറയും. അതൊക്കെ നമ്മൾ ഉസ്താദുമാർക്കൊക്കെ അറിയാം, ഞാൻ മലയാളം തന്നെ പറയാം. സയ്യിബ് എന്ന് പറഞ്ഞാൽ കന്യകത്വം നഷ്ടപ്പെട്ടവര്, അഥവാ മറ്റൊരിക്കൽ കല്യാണം കഴിഞ്ഞ് ഒരു പുരുഷനുമായി ബന്ധപ്പെട്ട് അവളുടെ കന്യകത്വം ബക്കാറത്ത് നീങ്ങിയവൾ. ഒലക്ക മുനുങ്ങുകയാണെങ്കിലും വിരല് മറവേണേ, അത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്നു. ഇനി മറ്റൊരു വിഭാഗം ബിക്ർ, കന്യകത്വം നഷ്ടപ്പെടാത്തവൾ. ഇവർ രണ്ടു പേരുടെയും വിധി വ്യത്യാസമുണ്ട്. അതാണ് മസ്അല. അതൊരു മസ്അലയാണ്. ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും നോക്കിയാൽ ആ മസ്അല വ്യക്തമായി കാണാം. അതായത് സ്ത്രീകൾക്ക് സ്ഖലനമുണ്ടാകും. സ്ത്രീകൾക്ക് സ്ഖലനമുണ്ടായാൽ കുലി നിർബന്ധമാണ്. നമ്മുടെ ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമായ തുഹ്ഫ പറയുന്നതൊന്ന് നോക്കൂ. വൽ മർഅതു കറജുലിൻ, പെണ്ണ് ആരെപ്പോലെയാകുന്നു? പുരുഷനെ പോലെയാകുന്നു. ഏത് വിഷയത്തില്? ഫീമാ മറ, മുമ്പ് കഴിഞ്ഞുപോയ വിഷയങ്ങളിൽ. അതായത് മനിയ്യ് പുറപ്പെടുന്ന മസ്അലകളും മനിയ്യാണെന്ന് അറിയാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയും വിശദീകരിച്ചതിനു ശേഷം തുഹ്ഫയുടെ മത്നാകുന്ന മിൻഹാജിൽ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വൽ മർഅതു കറജുലിൻ, പെണ്ണ് പുരുഷനെ പോലെയാണ്. ഫീമാ മറ, മുമ്പ് പറഞ്ഞ വിഷയങ്ങളിൽ. ഏതൊക്കെ വിഷയം? മിൻ ഹുസൂലി ജനാബത്തിഹ, അവൾക്ക് ജനാബത്തുണ്ടാകുന്ന കാര്യങ്ങളാൽ. എന്തുകൊണ്ട് ജനാബത്തുണ്ടാവുക, കുലി നിർബന്ധമാവുക? ബിൽ ഈലാജി, ഹഷ്ഫ പ്രവേശിക്കൽ കൊണ്ട്, വഖുറൂജിൽ മനിയ്യ് പുറപ്പെടൽ കൊണ്ടും. ഇതാദ്യം മനസ്സിലാക്കണം. അപ്പൊ മനിയ്യ് ആർക്കും പുറപ്പെടാം, സഹോദരിമാർക്കും പുറപ്പെടാം. ആണുങ്ങൾക്ക് മാത്രം പുറപ്പെടുന്ന വിഷയമല്ല. സ്ത്രീകൾക്ക് സ്വപ്നസ്ഖലനമുണ്ടാകും. അത് വസ്ത്രത്തിലോ ശരീരത്തിലൊക്കെ കണ്ടാൽ അവൾക്ക് കുലി നിർബന്ധമാകും. എന്നിട്ട് തുഹ്ഫ പറയാൻ വഖുറൂജിൽ മനിയ്യ് പുറപ്പെടൽ കൊണ്ടും. വമിൻ അന്ന മനിയ്യഹ യുഅറഫു ബിഇഹ്ദൽ ഖവാസിസ് സലാസി അലൽ മുഅ്തമദി, അതായത് മനിയാണെന്ന് തിരിച്ചറിയാൻ 3 അടയാളങ്ങളുണ്ട്. ആ 3-ൽ നിന്ന് ഒരു അടയാളം കൊണ്ടാണല്ലോ അത് മനിയാണോ വദിയാണോ മദിയാണോ എന്നൊക്കെ തിരിച്ചറിയുക. അപ്പൊ ഈ 3-ൽ ഒരു അടയാളം കൊണ്ടു തന്നെയാണ് സ്ത്രീകളുടെ മനിയും തിരിച്ചറിയുക. അവിടെ തന്നെ ഒരു ഖിലാഫുണ്ട്. സ്ത്രീകളുടെ മനിയ് എങ്ങനെ അറിയപ്പെടാൻ സാധിക്കുകയുള്ളൂ? ഇല്ലാ ബില്ലദ്ദത്തി, രസം സിദ്ധിക്കൽ കൊണ്ടല്ലാതെ അറിയപ്പെടുകയില്ല. അപ്പൊ സ്ത്രീകൾക്ക് മനിയ് പുറപ്പെട്ടു എന്നറിയാൻ ലദ്ദത്ത്, ശാരീരികമായ ആസ്വാദനം, ഇതുകൊണ്ടേ അറിയുകയുള്ളൂ എന്ന് ചില ഇമാമീങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിലും അല്ല.
പുരുഷന്മാരുടെ നിന്ന് പുറപ്പെടുന്നത് മനിയാണെന്നറിയാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണോ ആ അടയാളങ്ങളെ കൊണ്ട് സ്ത്രീകളുടെ മനിയും അറിയപ്പെടും. ഇനി അവിടെ ചർച്ച നടക്കട്ടെ. എന്താ ചർച്ച? അപ്പൊ സ്ത്രീകൾക്ക് മനിയു പുറപ്പെടും. സ്ത്രീകൾക്ക് മനിയു പുറപ്പെടുന്ന സമയത്ത് അതുകൊണ്ട് കുലി നിർബന്ധമാവാൻ ബിക്റായ പെണ്ണ്, ഇനി അതിന്റെ മലയാളം ഞാൻ പറയുന്നില്ല, ബിക്റായ പെണ്ണ്, കന്യകത്വം നഷ്ടപ്പെടാത്ത പെണ്ണ്, അതുപോലെ തന്നെ കന്യകത്വം നഷ്ടപ്പെട്ടതായ സയ്യിബായ പെണ്ണ്. അപ്പൊ ഈ രണ്ട് വിഭാഗത്തിന്റെയും വിധി വ്യത്യാസമുണ്ട് എന്നാണ്. അതായത് സയ്യിബായ പെണ്ണിന് കന്യകത്വം ബക്കാറത്ത് നീങ്ങിയ സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീക്ക് മനിയ് പുറപ്പെടൽ കൊണ്ട് കുലി നിർബന്ധമാവാൻ ആ മനിയ് ഏതു ഭാഗത്തേക്ക് എത്തിയാൽ മതി? അവളുടെ രണ്ടു ചെരുപ്പതിക്കാലും മേൽ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന സ്ഥലത്തേക്ക്. കാരണം ആ സയ്യിബായ പെണ്ണ് നിർബന്ധമായ കുലി കുലിക്കുമ്പോൾ ആ ഭാഗം കഴുകൽ നിർബന്ധമാണ്. അപ്പൊ ആ ഭാഗം ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗത്തിൽ പെട്ടതാണ്. ആ ബാഹ്യമായ ഭാഗത്തിൽ പെട്ടത് ആയതുകൊണ്ടാണല്ലോ മുമ്പ് നമ്മൾ ഒരു മസ്അല പറഞ്ഞത്. ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു പെണ്ണു ഇസ്തിഹാലത്ത് രോഗിയാകുമ്പോൾ അവളിൽ നിന്ന് പുറപ്പെടുന്ന രക്തം തടഞ്ഞു നിർത്തിയിട്ടായിരിക്കണം അവൾ ഫർള് നിസ്കരിക്കേണ്ടത്. ആ രക്തം തടഞ്ഞു നിർത്തേണ്ടത് അവരുടെ യോനി ഭാഗത്തിൽ പഞ്ഞു വെച്ചിട്ടാണ്. ആ യോനിനാളത്തിൽ പഞ്ഞു വെക്കുമ്പോൾ ആ വെച്ചതായ പഞ്ഞിയിൽ നിന്നോ ശീലക്കഷ്ണത്തിൽ നിന്നോ ഒരു പഞ്ഞിയുടെ തുമ്പ് അതല്ലെങ്കിൽ ഒരു ശീലക്കഷ്ണത്തിന്റെ നൂല് ആ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് ഈ കഴുകൽ നിർബന്ധമായ ഭാഗത്തേക്ക് തല്ലി നിന്നാൽ ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗത്തേക്ക് നജസുമായി ബന്ധപ്പെട്ടതിന്റെ ഭാഗം തല്ലി നിന്നു സ്പർശിച്ചു എന്ന നിലക്ക് ആ പെണ്ണിന്റെ ആ ഇസ്തിഹാലത്തുകാരി ആ കോലത്തിൽ നിസ്കരിക്കുമ്പോൾ നിസ്കാരം സഹീഹല്ല. അല്ലാതെ വ്യക്തമായി മനസ്സിലാക്കണം. ഞാൻ ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി ഉണർത്തുന്നു, വല്ല ഇസ്തിഹാലത്ത് രോഗികളും അങ്ങനെ നിസ്കരിക്കുന്നവരുണ്ടെങ്കിൽ ഇനി ഒരുപാട് സഹോദരിമാർ ഈ മാസത്തിലൊക്കെയും കളാ ആയിപ്പോയ നോമ്പ് കളാ പൂറ്റുന്ന സഹോദരിമാരുണ്ട്. അതുപോലെ തന്നെ റമളാനില് അവരെ മസ്അല മാറും. ഈ ഇസ്തിഹാലത്ത് രോഗികൾ പഞ്ഞി വെക്കേണ്ട മസ്അല നോമ്പ് കാലത്തിയാകുമ്പോഴുള്ള നിയമം വേറെയാണ്, നോമ്പ് അല്ലാത്തപ്പോഴുള്ള നിയമം വേറെയാണെന്ന് സാന്ദർഭികമായി അത് നമ്മുടെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. കേൾക്കാത്ത പുതിയ വല്ല ശ്രോതാക്കളുമുണ്ടെങ്കിൽ ഒരു ഓർമ്മ ഒന്ന് ഇട്ട് തന്നതാണ്. മനസ്സിലാവാത്ത ഒരു പുതിയ ശ്രോതാക്കൾ ആ വിഷയം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കാൻ തയ്യാറാവണമെന്ന് ഉണർത്തുന്നു. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ഒരു സയ്യിബായ ബക്കാറത്തു നീങ്ങിയതായ ഒരു സഹോദരി, ആ സഹോദരിയുടെ മനിയ് എങ്ങോട്ട് എത്തിയാൽ മതി? ഗുഹ്യസ്ഥാനത്തിന്റെ പൂർണ്ണമായ ഭാഗത്തേക്ക് പോന്നോളണം എന്നില്ല. പിന്നെ ഏതുവരെ വന്നാൽ മതി? അവളുടെ രണ്ടു ചെരുപ്പതിക്കാലിന്റെ മേൽ ഇരിക്കുന്ന സമയത്ത് ഇസ്തിൻജാഇന്റെ നേരത്ത് കഴുകൽ നിർബന്ധമായ സ്ഥലത്ത് ആ ഭാഗത്തേക്ക് വെളിവാവൽ കൊണ്ട് തന്നെ അവൾക്ക് കുലി നിർബന്ധമാകും. ആർക്ക്? സയ്യിബായ അഥവാ ബക്കാറത്തു നീങ്ങിയ വത്ത് പോലോത്തത് കൊണ്ട് ബക്കാറത്തു നീങ്ങിയ സഹോദരിയാണെങ്കിൽ. നേരെ മറിച്ച് അവിടെ തന്നെ ഞാൻ ഒന്ന് സാന്ദർഭികമായി, അത് നോമ്പുമായി ബന്ധപ്പെട്ട മസ്അലയാണെങ്കിലും നോമ്പൊക്കും കളാഹ് വീട്ടുന്ന പല സഹോദരിമാർ ഈ സമയത്തുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ വിശുദ്ധമായ റമളാനിലെ നോമ്പ് മസ്അല അറിയാതെ ബാത്തിലാകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ. ഈ കഴുകൽ നിർബന്ധമായ ഏത് രണ്ടു ചെരുപ്പതിക്കാലും മേൽ ഇരിക്കുന്ന സമയത്ത് വെളിവായ സ്ഥലം, അതിന്റെ അപ്പുറത്തേക്ക് ഇസ്തിൻജാഇന്റെ നേരത്ത് മൂത്രമൊഴിച്ച് വൃത്തിയാക്കുന്ന നേരത്ത് വസുവാസ് കാരണം അതിന്റെ അപ്പുറത്തേക്ക് കൈവിരലുകൾ പ്രവേശിച്ചാൽ അത് ശരീരത്തിന്റെ ഉൾഭാഗമായിട്ടാണ് പരിഗണിക്കുക. ശരീരത്തിന്റെ ഉൾഭാഗത്തിലേക്ക് നോമ്പുള്ള സമയത്ത് എന്തു പ്രവേശിച്ചാലും അത് അറിഞ്ഞും
കൊണ്ട് മനഃപൂർവമാണെങ്കിൽ നോമ്പ് ബാത്തിലാകും. ഞാൻ ഈ സമയത്ത് പറയുന്നത് ഇനിയൊരു വിശുദ്ധമായ റമളാനിന്റെ ക്ലാസ് എടുക്കുമ്പോ കേൾക്കാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നു, നമ്മുടെ ഭാര്യന്മാരോടൊക്കെയും അത്തരം മസ്അലകൾ പറഞ്ഞു കൊടുക്കുമ്പോ ഒരുപാട് സഹോദരിമാരുടെ അനുഭവമുണ്ട്. ഞങ്ങളൊന്നും നോമ്പുള്ള സമയത്ത് ഇങ്ങനെ മൂത്രമൊഴിച്ച് വൃത്തിയാക്കുമ്പോ അങ്ങോട്ടൊന്നും വിരല് പ്രവേശിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ സഹോദരിമാര് ഒന്നല്ല രണ്ടല്ല നൂറുകണക്കിനാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യന്മാർക്ക് ചിലപ്പം നോമ്പായിരിക്കും, അല്ലെങ്കിൽ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് വരുന്നു. റമളാനിന്റെ വക്കിലെത്തി അള്ളാഹു നമ്മെ മരിപ്പിക്കാതിരിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമളാനിലെ എല്ലാ നോമ്പും സഹീഹും മഖ്ബൂലുമായ നിലക്ക് നോറ്റ് നാളെ റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മെ പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ ഭാര്യയോട് ഞാൻ എങ്ങനെ പറയുമെന്ന് നമ്മൾ മതി വിചാരിക്കരുത്. നമ്മുടെ ഭാര്യന്മാരോട് നമ്മൾ പറയണം. ആ ഭാര്യന്മാര് വഴിക്ക് നമ്മുടെ പെൺകുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഭാര്യന്മാര് പറഞ്ഞത് സ്വീകരിക്കുന്നില്ല, എന്നിട്ട് ഭാര്യന്മാരോട് ഇങ്ങനെ വഴല്. ഒരു ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് ചീഞ്ഞൊലിച്ചു വരുന്ന രക്തം ഒരു ഭാര്യ അവളുടെ നാവുകൊണ്ട് നക്കി തോർത്തിയാലും ഒരു ഭർത്താവിനോടുള്ള കടമ ഭാര്യ നിറവേറ്റിയവരാകുകയില്ല എന്ന വഴല് പെണ്ണുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് അനക്കൊരുപാട് ബാധ്യതയുണ്ട് എന്നോട് എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയാൽ പോരാ. പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ ഭാര്യന്മാരോട് നമുക്കൊരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളിൽ നിന്ന് ഏറ്റവും വലിയൊരു ബാധ്യതയാണ് വയജിബു അലസ്സൗജി തഅലീമു ഫർളി ഐനിൻ. ഒരു ഭാര്യക്ക് ഫർള് ഐനായ മസ്അലകളൊക്കെയും പഠിപ്പിച്ചു കൊടുക്കല് ഒരു ഭർത്താവിന്റെ മേൽ നിർബന്ധമാണ്. ഞാൻ ഇതൊക്കെയും ഇടയ്ക്കിടയ്ക്ക് ഉണർത്താൻ ഇന്നുള്ളവരായിക്കോളണമെന്നില്ല നാളത്തെ ശ്രോതാക്കള്, ചിലപ്പം ഇപ്പോഴുള്ള ശ്രോതാക്കള് ചിലപ്പം നോമ്പിന്റെ തലേ ദിവസം ഇത്തരം മസ്അലകൾ പറയുമ്പോ ശ്രോതാക്കളായിട്ടുണ്ടായിക്കോളണമെന്നില്ല. നമ്മുടെ KMIC-യിൽ ആര് എപ്പോൾ ഏതു സമയത്ത് വരുമ്പോഴും അവർക്ക് എന്തെങ്കിലൊക്കെയും ഒരു ഉപകാരപ്രദമായ വിഷയം അവരുടെ ഹൃദയത്തിലേക്ക് കിട്ടണമെന്ന ഒരു അതിയായ ആഗ്രഹം ഈ വലിയ പ്രവർത്തകനുണ്ടായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ പല വിഷയങ്ങളും ഇടക്കിടക്കുണർത്തുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി വെച്ച ഒരുപാട് സാധാരണക്കാരിപ്പോ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. ഇത് മുമ്പ് പറഞ്ഞതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കാതെ ഏതെങ്കിലും പുതിയ ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ അവരും കൂടി ഇത്തരം മസ്അലകളൊക്കെ ഒന്ന് കേട്ട് റബ്ബേ ഈ KMIC കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഉപകാരം. എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളാണ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന്. ഉസ്താദേ, ഞങ്ങളൊന്നും അത്തരം മസ്അലകൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അല്ലാഹു തആല ശ്രദ്ധിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, അപ്പൊ സയ്യിബായ ബക്കാറത്തു നീങ്ങിയ പെണ്ണാണെങ്കിൽ ആ പെണ്ണിന്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് മനിയ് പുറപ്പെടുമ്പോൾ അത് ഗുഹ്യസ്ഥാനത്തിന്റെ പൂർണ്ണമായ പ്രത്യക്ഷമായ ഭാഗത്തേക്ക് വന്നോളണം എന്നില്ല. ഇനി അവിടെ നേരെ മറിച്ചു ബിക്റ് പുരുഷനിൽ നിന്ന് മനിയ് പുറപ്പെടുമ്പോ ആ മനിയു ലിംഗത്തിന്റെ പുറത്തേക്ക് വരണം. അതൊക്കെ ഒരു പാതു മസ്അല വേറെ ഉണ്ട്. ആ ഒരു മസ്അല തിരിയാണ് എന്റെ സഹോദരിമാര് തൽക്കാലം ഒന്ന് ചെവിത് പൊത്തുക. നമ്മുടെ പുരുഷന്മാർക്ക് ആ മസ്അല ഒന്ന് തിരിയാണ്. ഒരു പുരുഷന് സ്ഖലനമുണ്ടായി, വൃദ്ധിക്ക് അവനിക്ക് ഒരു സ്ഖലനമുണ്ടായ പ്രതീതി അവനിക്കുണ്ടായി. പക്ഷേ അവനിക്ക് മനിയ് പുറത്തേക്ക് വരാൻ നിൽക്കുന്നു. ആ സമയത്ത് അവന്റെ ലിംഗം അവനെ അമർത്തിപ്പിടിച്ച് എല്ലാരും ഒന്ന് നമ്മൾ പഠിക്കേണ്ട മസ്അല ഓരോ മസ്അല പറയുമ്പോഴാണല്ലോ മറ്റു മസ്അല എളുപ്പം തിരിയുക. അങ്ങനെ ആ മനിയ് ഒരിക്കലും പുറത്തേക്ക് വന്നില്ല എങ്കിൽ അവനിക്ക് കുലിക്കണോ കുലിക്കണ്ടേ എന്ന് ഫുഖഹാക്കൾ വിശദീകരിക്കാണ്. നോക്കിങ്ങള്, മഹാന്മാരാവുന്ന ഫുഖഹാക്കളൊക്കെയും അവരുടെ സമയവും അവരുടെ ഉറക്കവും ചെലവഴിച്ച് നമുക്കുള്ള മസ്അല പഠിപ്പിക്കാനാണ്. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ല, കുലികലിയല്ലാണ്. അവരെ കുലിക്കണോ കുലിക്കണ്ടേ പോലത്തെ മസ്അലകൾ ചർച്ച ചെയ്യുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു പുരുഷനെ സംബന്ധിച്ച് കുലി നിർബന്ധമാവാൻ അവന്റെ മനിയ് പൂർണ്ണമായും ലിംഗത്തിന്റെ പുറത്തേക്ക് വരണം.
അതേ ഹുക്കുമ് തന്നെയാണ് ബിക്റായ പെണ്ണിനും. നമ്മുടെ ഷൗക്കത്ത് സക്കാഫി അൽച്ചുവിത എല്ലാ ദിവസവും ചൊവ്വാഴ്ച ആയിരുന്നുവെങ്കിൽ അൽഹംദുലില്ലാ അങ്ങനെ ആക്കാതിരിക്കട്ടെ. ഏതായാലും ഞാൻ പറയട്ടെ, അപ്പൊ ഒരു ബിക്റായ പെണ്ണിന് മനിയ് പുറപ്പെടൽ കൊണ്ട് കുലി നിർബന്ധമാകുന്ന രൂപവും സയ്യിബായ പെണ്ണിന് മനിയ് പുറപ്പെടൽ കൊണ്ട് കുലി നിർബന്ധമാവുന്ന രൂപവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വ്യത്യാസമുള്ള മസ്അലയാണ്. അതുകൊണ്ട് തന്നെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നത് കാണാം, സയ്യിബായ പെണ്ണിന്റെ ഫർജിൽ നിന്നും ബിക്റായ പെണ്ണിന്റെ ഫർജിൽ നിന്നും കഴുകൽ നിർബന്ധമായ സ്ഥലത്തിന് വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് മസല. ബിക്റായ പെണ്ണിന്റെ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് കഴുകൽ നിർബന്ധമായ സ്ഥലവും സയ്യിബായ ബക്കാറത്ത് കന്യകത്വം നഷ്ടപ്പെട്ട പെണ്ണിന്റെ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് കഴുകൽ നിർബന്ധമായ സ്ഥലത്തില് ആ ഉജൂബിയത്തിൽ വ്യത്യാസമുണ്ട്. അതൊന്നിപ്പം നമുക്ക് അങ്ങനത്തെ വ്യക്തമായിട്ട് പറയാൻ പറ്റൂല. അതൊക്കെ ഇനി ഓരോരുത്തര് പറ്റാവുന്നവരോട് ചോദിച്ചു പറഞ്ഞു മനസ്സിലാക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഞാൻ പറയട്ടെ, ഇത്തരം മസ്അലകള് അപ്പൊ ഞാൻ ഇവിടെ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു. എന്ത്? സ്ത്രീകൾക്ക് സ്ഖലനമുണ്ടാകുകയില്ല എന്നൊരു തെറ്റായ ധാരണ പലവരെയും പിടികൂടിയിട്ടുണ്ട്. അല്ല, അവർക്ക് സ്ഖലനം ഉണ്ടാകും. അവർക്ക് സ്ഖലനം ഉണ്ടാകുമ്പോൾ അതിന്റെ അടയാളങ്ങള് പുരുഷന്മാരുടെ മനിയ് തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ മൂന്നിൽ ഒരു അടയാളം. ആ മൂന്നിൽ ഒരു അടയാളം കൊണ്ട് തന്നെയാണ് പെണ്ണിന്റെ മനിയും തിരിച്ചറിയുക. അല്ല ലദ്ദത്ത് ശാരീരികമായ ആസ്വാദനം കൊണ്ട് മാത്രമേ അത് അറിയുകയുള്ളൂ എന്ന അഭിപ്രായമുണ്ടെങ്കിലും ആ അഭിപ്രായം പ്രബലമായ അഭിപ്രായത്തിന് എതിരാണെന്നും സാന്ദർഭികമായി ഉണർത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും എപ്പോഴും പലവരും ചോദിക്കുന്ന കുലിയുമായി ബന്ധപ്പെട്ട 1-2 മസ്അല പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ചയാണ് നമ്മുടെ അബൂ ഹാഷിം ഉസ്താദ് കറക്റ്റ് എത്തും. അള്ളാഹു നമുക്ക് കേൾക്കാനും പറയാനും തൗഫീക്ക് നൽകട്ടെ. അഥവാ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു സംശയം, സാധാരണ കുലി കഴിഞ്ഞ് നിർബന്ധമായ കുലി നിർബന്ധമായി അവര് മൂത്രമൊഴിച്ച്, അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു മസ്അല അവിടെ ഉണ്ടോ. എന്താ മസ്അല? മനിയ് പുറപ്പെട്ടാൽ കുലിക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കൽ സുന്നത്താണ് എന്നൊരു മസ്അല ഉണ്ട്. അപ്പൊ പല സാധാരണക്കാരും മനസ്സിലാക്കിയതെന്താ? സുന്നത്തല്ലേ. അപ്പോ ഒരാൾ മനിയ് പുറപ്പെട്ടു, ഏതോ നിലക്ക് സ്ഖലനമോ സ്വപ്നസ്ഖലനമോ അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടോ മനിയ് പുറപ്പെട്ടു. അവൻ മൂത്രമൊഴിക്കാതെ അവൻ കുളിച്ചു. ശേഷം അവൻ മൂത്രമൊഴിച്ചു. അപ്പൊ വീണ്ടും ആ വഴിയിൽ തങ്ങി നിന്നിരുന്ന മനിയ് പുറപ്പെട്ടാൽ വീണ്ടും കുലിക്കൽ നിർബന്ധം. ഞാൻ ഈ ഒരു മസ്അല 1-2 സ്ഥലത്ത് വിശദീകരിച്ചപ്പോ, ചെറുപ്പക്കാരുടെ ക്ലാസ്സിൽ വിശദീകരിച്ചപ്പോ ചെറുപ്പക്കാരുടെ ഭാഗത്ത് അത് ഉസ്താദെ പിന്നെങ്ങനെ കുലിക്കൽ നിർബന്ധാകുക? അതേപോലെ നിങ്ങൾ മൂത്രമൊഴിക്കാത്തത് കൊണ്ട് അവരുടെ വഴിയിൽ തങ്ങി നിന്ന മനിയ് വീണ്ടും പുറപ്പെട്ടില്ലേ, അപ്പൊ അതുകൊണ്ട് കുലി നിർബന്ധാകും. അപ്പൊ അവരെന്ത് പറഞ്ഞു? അത് മൂത്രമൊഴിക്കൽ സുന്നത്തല്ലോ, മൂത്രമൊഴിക്കൽ സുന്നത്തല്ലേ, അപ്പൊ പിന്നെ മൂത്രമൊഴിക്കൽ നിർബന്ധാണെന്ന് മസ്അല വരൂലേ? ഇല്ല, മൂത്രമൊഴിക്കൽ സുന്നത്ത് എന്ന് പറയാൻ കാരണം വല്ല കാരണവശാലും മനിയ് വഴിയിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ കുലിയുടെ ശേഷം വീണ്ടും പുറപ്പെട്ടാൽ വീണ്ടും കുലി നിർബന്ധമാകും. അപ്പൊ അതൊന്ന് മൂത്രമൊഴിച്ച് റൂത്തൊക്കെ ഒന്ന് ക്ലിയറാക്കിയാൽ ഇനി രണ്ടാമത് കുലിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ വല്ല സാധാരണക്കാരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒന്ന് മൂത്രമൊഴിക്കൽ സുന്നത്താണെങ്കിലും മൂത്രമൊഴിക്കുന്നതിനു മുമ്പ് കുലിക്കുകയും കുലി കഴിഞ്ഞതിനു ശേഷം മൂത്രമൊഴിച്ചിട്ട് വീണ്ടും വഴിയിൽ തങ്ങി നിൽക്കുന്ന മനിയ് പുറപ്പെടുകയും ചെയ്താൽ വീണ്ടും കുലിക്കേണ്ടി വരും. ഇരിക്കട്ടെ, അതൊന്ന് സാന്ദർഭികമായി ഉണർത്തി. ഇനി ഒരുപാട് ആളുകൾക്കുള്ള സംശയം എന്താ? കുലിയെല്ലാം കഴിഞ്ഞാൽ ഒന്നുകൂടി അവിടെ പറയട്ടെ. അവിടെ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട മസല, മനിയ് ശുദ്ധിയുള്ളതാണ്. അപ്പൊ പലവരുടെയും ഇഷ്കാല്, മനിയ് വസ്ത്രത്തിലായാൽ കഴുകൽ നിർബന്ധമുണ്ടോ?
ചിലപ്പോ നമുക്ക് സ്വാഭാവികമായി മനിയ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, സുബൈക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ വസ്ത്രത്തിൽ മനിയ് കണ്ടു. പക്ഷെ കഴുകാൻ ഒരു മാർഗവും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. നിസ്കരിക്കാൻ ഈ തുണിയല്ലാതെ സുബൈ നിസ്കരിക്കാൻ വേറെ തുണിയുമില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊരു സംശയം തന്നെയാ. അവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താ? മനിയ് ശുദ്ധിയുള്ളതാണെന്ന് പറഞ്ഞാൽ വികാരം കൂടാതെ പുറപ്പെടുന്ന സമയത്തുള്ള മനിയെ ശുദ്ധിയുള്ളതായി കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉറക്കത്തിൽ ദുർസ്വപ്നങ്ങളൊന്നും കാണാതെ സുഖമായി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റോക്കുമ്പോൾ വസ്ത്രത്തിൽ മനിയ് കാണുന്നു. ആ മനിയ് ശുദ്ധിയുള്ളതായിരിക്കും. നേരെ മറിച്ച് വികാരം ഇളകി പുറപ്പെടുന്ന സമയത്ത് വന്ന മനിയാണെങ്കിൽ ഈ മനിയിന്റെ മുന്നോടിയായി മദജലം എന്ന് പറയുന്ന മനിയ് പുറപ്പെടും. ആദ്യം മദജലമാകുന്ന മനിയ് പുറപ്പെട്ടതിന്റെ പിന്നാലെയാണ് വികാരത്തിന്റെ സമയത്ത് മനിയ് വരിക. അപ്പൊ മദജലം അഥവാ മനിയ് നജസാകുന്നു. അതിനോട് കലർന്നിട്ടാണ് ശേഷം വരുന്ന മനിയ് വരിക. അത് വസ്ത്രത്തിലായാൽ മുത്തനജ്ജിസായ നജസ് ഉദയമനിയാണ്. അപ്പൊ അതുകൊണ്ട് അത് വസ്ത്രത്തിലായാൽ കഴുകണം. നേരെ മറിച്ച് നമ്മൾ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞു തുണി എടുത്തു ഉറങ്ങി, രാവിലെ എഴുന്നേറ്റു നോക്കുമ്പോ അവന് ഉറക്കത്തിൽ ഒരു സ്വപ്നം വികാരം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ വസ്ത്രത്തിൽ മനിയ് കാണാനുണ്ട്. ആ മനിയ് ശുദ്ധിയുള്ളതാ. അത് കഴുകാതെ തന്നെ നിസ്കരിക്കാം. അതിപ്പോ അങ്ങനെ ആ മനിയും കൂട്ടിയായിട്ട് നിസ്കരിക്കണം എന്നല്ല പറഞ്ഞു. ചിലപ്പം കഴുകാനൊന്നും സൗകര്യം കിട്ടാത്ത അവസ്ഥകൾ വരും. നമ്മൾക്ക് ചിലപ്പോ നമ്മുടെ റൂമിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാകുമ്പോ ആ ഒരു മസ്അലയുടെ പ്രാധാന്യം തിരിയില്ല. പക്ഷെ വെള്ളം തീരെ കിട്ടാത്ത, മുമ്പൊരിക്കൽ ഞാൻ സുന്നത്തായ വിഷയങ്ങളിൽ ഉപയോഗിച്ച വെള്ളം ഫറലിൽ ഉപയോഗിക്കപ്പെടാൻ പറ്റുമോ ഇല്ലേ എന്ന മസ്അല വിശദീകരിച്ചപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ളാറ്റിൽ താമസിക്കുന്ന പല ചെറുപ്പക്കാരും വിളിച്ചു. നമ്മുടെ റേഡിയോ ശ്രോതാക്കള്, അബൂ റയ്യാ ഉസ്താദെ, വളരെ ഉപകാരമായ ആ മസ്അല. കാരണം ഞങ്ങൾ 2 കിലോമീറ്ററൊക്കെ പോയിട്ടാണ് ഒരു കുടം വെള്ളം ഞങ്ങൾ ഫ്ളാറ്റിലേക്ക് ഒപ്പിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ആ മസ്അല വളരെ ഉപകാരമായിന്. അപ്പൊ നമ്മുടെ റൂമിലും നമ്മുടെ കിണറ്റിലും നമ്മുടെ ടാങ്കിയിലും ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാകുമ്പോ ഈ മസ്അലയുടെ പ്രാധാന്യം നമുക്ക് തിരിയില്ല. പക്ഷേ ഇത് ഇല്ലാത്തവർക്ക് ഇത് വലിയ ഉപകാരം ചെയ്യുമെന്ന നിലക്ക് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഏതോ ഇരിക്കട്ടെ, കുലി കഴിഞ്ഞതിന്റെ ശേഷം ഒരു ദ്രാവകം വരുന്നു എന്നാണ്, ഒരു കൊഴുത്ത വെള്ളം വരുന്നു. ഉസ്താദെ, ഇതുകൊണ്ട് ഇപ്പൊ എന്താ കാറ്റാണ്? കുലിക്കണ്ട. കാരണം മനിയാവണമെങ്കിൽ 3-4 ലക്ഷണം ഉണ്ടാവണം. ആ 3-4 അടയാളം കൊണ്ട് പുറപ്പെട്ടതേ മനിയാവുകയുള്ളൂ. അല്ലാത്തത് ചിലപ്പം രോഗം കാരണം പുറപ്പെടുന്ന വദിയാവാം, അല്ലെങ്കിൽ മനിയാവാം, അല്ല മതിയാവാം. അതുകൊണ്ട് കുലി നിർബന്ധമില്ല. ആ ഒരു മസ്അല ഒന്നുകൂടി സാധാരണ പുരുഷന്മാർക്ക് തിരിയാൻ വേണ്ടി ഞാൻ പറയട്ടെ. നമ്മൾ നേരം വെളുത്തു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ വസ്ത്രത്തിൽ ഒരു നനവ് കണ്ടു. ശ്രദ്ധിക്കണം, ഇതൊക്കെ എത്ര ആൾക്കാർക്ക് ആവശ്യ. വസ്ത്രത്തിൽ ഒരു നനവ് കണ്ടു. അത് മനിയാണെന്നും ഉറപ്പില്ല, മതിയാണെന്നും ഉറപ്പില്ല. ഇവൻ ആകെ എക്കാശക്കായി, റബ്ബേ, എന്റെ ഈ വസ്ത്രത്തിൽ കാണുന്ന നനവ് ഇത് മനിയാണോ മതിയാണോ എന്ന് സംശയിച്ചാൽ, അതായത് പുറപ്പെട്ട വസ്ത്രത്തിൽ കാണുന്ന നനവ് അത് മൂത്രമല്ല, അല്ലെങ്കിൽ വെള്ളമായതല്ല, ഒന്നിരിക്കൽ അത് മതിയാണ് അല്ലെങ്കിൽ മനിയാണ്, രണ്ടാലൊന്നാവാം എന്ന് സംശയിച്ചാൽ എന്താണ് അതിന്റെ വിധി? അവൻ ഏകദേശമൊക്കെ ഒന്നിങ്ങനെ നോക്കിയിട്ട് ഓനക്ക് തോന്നി അത് മതിയാണ്, മനിയല്ല, അത് മതിയാവാനേ സാധ്യതയുള്ളൂ എങ്കിൽ അവൻ എന്താക്കണം? അത് കഴുകി വൃത്തിയാക്കി ഒലുണ്ടാക്കി നിസ്കരിച്ചാൽ മതി. എന്തിന്റെ ആവശ്യമില്ല? കുലിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോ നമ്മളെ അർജന്റ് നേരെ കാലം, അർജന്റ് നേരത്ത് നമ്മൾ കടന്നവരെങ്ങനെ വസുവാസാവേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ പുറത്ത് കാണുന്ന വസ്ത്രത്തിൽ കാണുന്ന വസ്തു മതിയാണോ മനിയാണോ എന്ന് സംശയം വരുന്ന സമയത്ത് അവൻ നിഗമനങ്ങളൊക്കെയും വെച്ച് തീരുമാനത്തിലെത്തി. എന്താ തീരുമാനത്തില്? അത് മതിയാവാനേ സാധ്യതയുള്ളൂ, ബാക്കി മറ്റും മനിയിന്റെ ലക്ഷണങ്ങളൊന്നും കാണാനില്ല എങ്കിൽ ആ ഭാഗം, ആ വസ്ത്രം ഇപ്പൊ നജസായ വസ്ത്രമാണ്, അത് കഴുകി വൃത്തിയാക്കിയാൽ മതി, കുലി നിർബന്ധം ഇല്ല. നേരെ മറിച്ച് അവൻ ഏകദേശം ഒരു നിഗമനം വെച്ചിട്ട് ഇത് മതിയല്ല, ഇത് മനിയ് തന്നെയാണ്, ഇത് ഇന്ദ്രിയം തന്നെയാണെന്നാണോ അവൻ തീരുമാനിക്കുന്നത് എങ്കിൽ അവൻ കുലിക്കണം.
എന്തും വേണം, അവനിക്ക് കുലി നിർബന്ധാവും. അപ്പൊ ഈ പുറപ്പെട്ട വസ്ത്രത്തിൽ കാണുന്ന വസ്തു മദിയാണോ മനിയാണോ എന്ന് സംശയിച്ചാൽ ഇതേ വിധി നമ്മൾ മൂത്രമൊഴിച്ച് കുലിക്കും കഴിഞ്ഞ് മൂത്രമൊഴിച്ചിട്ടൊക്കെ വരുമ്പോഴും ഇതേ അവസ്ഥ സംഭവിക്കും. അപ്പോൾ ഇതേ ഹുക്കും അങ്ങോട്ടും ബാധകമാകും എന്നും ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. അത് ഒരുപാട് പുരുഷന്മാർ ചോദിച്ചതുകൊണ്ട് ഇനി ചോദിക്കാൻ സൗകര്യമില്ലാത്ത ഒരുപാട് വ്യക്തികൾ ഉണ്ടായേക്കാം. അവരെ കൂടി പരിഗണിച്ചു ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി എന്റെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരിമാർക്ക് വേണ്ടി പല സഹോദരന്മാരും ചോദിച്ച വിഷയം, അത് 1-2 പ്രാവശ്യം നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞതാണ്. 1-2 പ്രാവശ്യം നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞു. പക്ഷേ വീണ്ടും പുതിയ ശ്രോതാക്കളൊക്കെയും വരുമ്പോ ഓരോ ടെക്സ്റ്റ് നമ്മൾ അടിച്ചു വിടുമ്പോ എന്നാ നമുക്ക് ആ ക്ലാസ് ഒന്ന് പോയി കേൾക്കാമെന്ന് വിചാരിച്ചു വരുന്ന പല സഹോദരിമാരും സഹോദരന്മാരുമുണ്ട്. അതുകൊണ്ട് കേട്ടവരൊക്കെ ഒന്ന് ക്ഷമിക്കുക, കേൾക്കാത്തവർക്ക് വേണ്ടി സഹകരിക്കുക എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു. സഹോദരിമാരുടെ ഇഷ്കാല്, കുലി ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ടു, അങ്ങനെ കുലിച്ച് ശുദ്ധിയായി നിസ്കാരക്കും കഴിഞ്ഞു, മൂത്രമൊഴിക്കാൻ പോയപ്പോ വീണ്ടും മനിയ് പുറപ്പെടുന്നു. അത് ആരുടെ മനിയായിരിക്കാം, ഭർത്താവിന്റെ മനിയായിരിക്കാം, ഇവരുടെ മനിയായിക്കോണമെന്നില്ല. ഇപ്പോൾ ഇതുകൊണ്ട് കുലി നിർബന്ധമാകുമോ? അവരൊരു മസ്അല നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരാളുടെ മനിയ് ഇവനിൽ നിന്ന് പുറപ്പെട്ടാൽ, അപ്പൊ ഭർത്താവിന്റെ മനിയ് സ്ത്രീയിൽ നിന്ന് പുറപ്പെട്ടാൽ ഈ സ്ത്രീക്ക് കുലി നിർബന്ധമില്ല. പക്ഷെ ഒറ്റടിക്ക് നിർബന്ധമില്ല എന്നല്ല പറയുന്നത്, അത് ശ്രദ്ധിക്കണേ. ആർക്കെങ്കിലും ദീസിയാവുകയോ റേഞ്ച് പോകുമ്പോ ചെയ്യുമ്പോ ആ ഭർത്താവിന്റെ മനിയ് സ്ത്രീയിൽ നിന്ന് പുറപ്പെട്ടാൽ തീരെ കുലി നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കി ആരും പോവരുത്. ഒറ്റവാക്കിൽ ഞാൻ ആദ്യം ഒരു മസ്അല പറയട്ടെ. ഒരാൾക്ക് മനിയ് പുറപ്പെടൽ കൊണ്ട് കുലി നിർബന്ധമാവും. അത് അവനവന്റെ മനിയ് പുറപ്പെടണം. മറ്റൊരാളുടെ മനിയ് ഇവളിൽ നിന്ന് പുറപ്പെട്ടു, അപ്പൊ ഭർത്താവിന്റെ മനിയ് സ്ത്രീയിൽ നിന്ന് പുറപ്പെട്ടു. ഇതുകൊണ്ട് ഭാര്യയ്ക്ക് കുലി നിർബന്ധമില്ല. പക്ഷെ ചില കോലങ്ങളിൽ കുലി നിർബന്ധമാകും. ഒരുപാട് സഹോദരിമാർക്ക് വേണ്ടി പല പുരുഷന്മാരും, കാരണം പുരുഷന്മാർ വിളിക്കുമ്പോ ഭാര്യ എങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഉസ്താദെ, അതെന്താണ് ഇപ്പൊ അതിന്റെ ഒരു വിധി? ഏതായിരുന്നാലും അല്ലാഹു തആല, ഞാൻ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം, ആ ചോദ്യവും ഉത്തരവും നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തന്നത്, പഠിക്കൽ നിർബന്ധമായ വിഷയം പഠിക്കാൻ ചോദിക്കാൻ മടിയില്ലാതിരിക്കണം. അത് ഖൈറാണ്, അത് ഹയാഇന്റെ ഭാഗം അല്ല എന്നാണല്ലോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നിങ്ങളൊക്കെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ, ഇപ്പൊ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടാവൂല. നിക്കറിയാം, ഇപ്പൊ പല ഗൾഫുകാർക്കൊന്നും ഈ മസല ആവശ്യമില്ല. നാട്ടിൽ ചെന്നെങ്ങാണ്ട് സുബൈയുടെ നേരത്ത് സുയിപ്പാവുമ്പോ ആ നേരത്ത് ചിലപ്പം റേഞ്ചൊന്നും കിട്ടിക്കോളുന്നില്ല. അത് നല്ല മനസ്സിലാക്കി വെക്കുക. അല്ലാഹു തആല ആവശ്യ നേരത്ത് ഉപയോഗപ്രദമാക്കുവാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. കാരണം ഇപ്പൊ അങ്ങനെയാണല്ലോ. എന്തിനാപ്പ ഈ മസല? ഭാര്യ കിടക്കുന്നത് 2500 കിലോമീറ്റർ അങ്ങകലെ കിടക്കുന്ന മസല നാട്ടിൽ പോകുമ്പോ ആവശ്യം ഉണ്ടാവുന്നത് നമ്മളെ ഷിഹാബ് സവാമയോട് നമ്മൾ പറഞ്ഞ മാതിരി. ഏതോ ഇരിക്കട്ടെ, അങ്ങനെ ഒരു ഭാര്യയിൽ നിന്ന് മനിയ് പുറപ്പെട്ടു, അവരെ കുലി നിർബന്ധമാവുന്ന മസല എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. പല സഹോദരിമാരും ഇഷ്കാലായി വരുന്നൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് വ്യക്തമായി നമ്മുടെ ക്ലാസ് റൂം കൊണ്ട് സാധാരണക്കാർക്ക് ഉപകരിക്കണം എന്ന നിലക്കാണ് അത് ഒന്നുകൂടി ശ്രോതാക്കളും ചോദ്യകർത്താക്കളും പുതുതായി വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഒന്നുകൂടി വ്യക്തമായി പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു, അവർ കുലിച്ചു, സുബഹി നിസ്കാരക്ക് മാഷാ അല്ലാഹ് അബൂ ഹാഷിം ഉസ്താദ് എത്തിക്കണം. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി നാളെ ബുധനാഴ്ച നമുക്ക് ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കുലി കലിയല്ല, അതൊരു പകുതി ആയിട്ടുള്ളൂ. എന്താണ് ഇനി കുലി എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. നാളെ ഇപ്പോഴുള്ള മുഴുവൻ ശ്രോതാക്കളെയും നാളെ കൂടി നമുക്കൊരു ചൊവ്വാഴ്ചയാക്കി മാറ്റാം. അബൂ ഹാഷിം ഉസ്താദ് എത്തിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. ദുആ വസിയത്തോടുകൂടെ ഈ വിഷയങ്ങളിലൊക്കെയും സംശയമുള്ളവര് ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ ഇബാദത്ത് സഹിയാക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയും നമ്മുടെ ഭാര്യ മക്കൾക്കൊക്കെയും ഇത്തരം മസ്അലകളൊക്കെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഹിക്മത്ത് ഞാൻ കണ്ടെത്തുക എന്ന് മാത്രം ഉണർത്തി ദുആ വസിയത്തോടെ അബൂ ഹാഷിം ഉസ്താദിനെ മൈക്കയിലേക്ക് ക്ഷണിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.